ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 22-ാം വാക്യം. ആ ദരിദ്രൻ മരിച്ചു, ദൈവദൂതന്മാർ അവനെ അബ്രഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു. ധനവാന്റെയും ലാസറിന്റെയും ഭൂമിയിലെ ഒരു വചനഭാഗമാണിത്. മരിച്ച ലാസറിനെ ദൈവദൂതന്മാർ പിതാവായ അബ്രഹത്തിന്റെ മടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അടക്കം ചെയ്യുവാൻ പോലും ആരുമില്ലാതെ ശരീരങ്ങൾ മുഴുവൻ വ്രണങ്ങൾ ബാധിച്ച് വേദനയിലെ വിശപ്പിലെ കഴിഞ്ഞിരുന്ന ആ ലാസറിന് ലഭിച്ച അനുഗ്രഹമാണ് അബ്രഹത്തിന്റെ മടിയിലേക്ക് പോകുവാനായിട്ട് സാധിച്ചു എന്നുള്ളത്. അത്രയേറെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷെ ഈ ധനവാന് എന്തു പറ്റി? അവൻ നരകത്തിലേക്ക് പോയി. എന്താണ് ഈ ഒരു ഉപമയില് എൻ്റെ ഈശോ എന്നോട് പറഞ്ഞത്? നമ്മുടെ ജീവിതത്തില് നമുക്കും അബ്രഹത്തിന്റെ മടിയിലേക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഉറപ്പായിട്ടും ഇഷ്ടംപോലെ സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും. ലാസറിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ വേദനകൾ അവനുണ്ടായിട്ടുണ്ട്, അല്ലെ? ദാരിദ്ര്യം, കഴിക്കുവാൻ പോലും ഒന്നുമില്ലാതിരുന്ന അവസ്ഥ, വ്രണങ്ങൾ ബാധിച്ച ശരീരം, ഇത്രയേറെ വേദനയിലൂടെ കടന്നു പോയപ്പോഴും അവൻ പരാതികൾ പറയുന്നില്ല. അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി പോയപ്പോൾ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ ഉയർത്തപ്പെട്ടു. സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചു. സഹനങ്ങളും വേദനകളും ഒക്കെ നമുക്കുണ്ടാകും. പക്ഷെ ഈ സഹനങ്ങളിലും ഈ വേദനകളിലും പരാതി പറയാതെ സന്തോഷത്തോടുകൂടി അവ സ്വീകരിക്കാനായിട്ട്, അവ ദൈവഹിതത്തിന് സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്കും ലഭിക്കുന്നത് സ്വർഗരാജ്യമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് ഈ ധനവാൻ നരകത്തിലേക്ക് പോയത്? 2 തെറ്റുകളാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അവന് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ അവൻ ചെയ്യുന്നില്ല, അല്ലേ? അവൻ അത്ര മോശപ്പെട്ട ഒരു വ്യക്തിയൊന്നുമല്ലായിരുന്നു. അവൻ നല്ലൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവന് തന്റെ പടിവാതിക്കൽ ഉണ്ടായിരുന്ന ലാസറിനെ കാണാനായിട്ട് സാധിച്ചില്ല. അവനെ നന്മ ചെയ്തു കൊടുക്കുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തു കൊടുക്കാനായിട്ട് അവൻ തയ്യാറായില്ല. അവന്റെ ജീവിതത്തിന്റെ വലിയൊരു പരാജയം തന്നെയായിരുന്നു. ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ അവൻ ചെയ്തില്ല. ഉപേക്ഷയാലുള്ള ഭാവം. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇഷ്ടംപോലെ ഈ ഒരു പാപം ഏറി വരികയാ. നന്മകൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ നമ്മളുണ്ട്. പക്ഷെ പലപ്പോഴും ഈ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ട കടമകൾ മാത്രം ചെയ്തു പോകുക. പക്ഷേ ഉപേക്ഷയാലുള്ള പാപം ഇഷ്ടംപോലെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഇഷ്ടംപോലെ പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട് കേട്ടോ. വേദനിക്കുന്നവര്, ചിലപ്പോൾ രോഗങ്ങൾ മൂലമായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. അവയൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ എനിക്ക് വിലയുണ്ടാകും. ഇല്ല എങ്കിൽ ഈ ധനവാനെ പോലെ ഞാനും ദൈവസന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട് നരകത്തിലേക്ക് വീണു പോകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നന്മകൾ ചെയ്യുവാനായിട്ട്, വേദനിക്കുന്നവരെ കാണുമ്പോൾ മുഖം തിരിച്ചു കടന്നു പോകാതെ അവരെ കണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനായിട്ട്, അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.